ഇത് ഫ്ലെക്സ് വെച്ചത് നാട്ടക സുരേഷാണ് എന്നുള്ളൊരു പക്ഷമൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സുകാരെയും കത്തോലിക്കരെയും തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം. അപ്പോൾ ഓർത്തഡോക്സും കത്തോലിക്കരും തമ്മിലടിക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് നാട്ടകം സുരേഷ് താഴെയും മേളിലും നോക്കാതെ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തിയത്. ഇത് LDF ചെയ്ത പരിപാടിയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദേശീയതയ്ക്കും മതേതരത്വത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ വേഷം കെട്ട് കാണിക്കേണ്ടത്, ഇങ്ങനത്തെ വർഗീയത പറയേണ്ടത്. ഈ മാനസിക വിഭ്രാന്തിയുള്ള ഈ കോൺഗ്രസ് അനുകൂലിയെ ആരാണ് പറഞ്ഞയച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കോൺഗ്രസിനകത്തെ ഏതോ ഒരു മാനസിക രോഗി തന്നെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് എം പരാതി കൊടുത്തു. എന്താണ് കോൺഗ്രസ് പരാതി കൊടുക്കാതിരിക്കുന്നതിന് കാരണം? ഇതും കൂടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ. പക്ഷേ ഇങ്ങനെ വർഗീയത സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് നാട്ടകം സുരേഷിനെ പോലുള്ള ഒരു DCC പ്രസിഡന്റ് മുദ്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്നതാണ്? നമസ്കാരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഫ്ലെക്സ് വെച്ച വിവാദം, ഇതിലെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇത് ഫ്ലെക്സ് വെച്ചത് നാട്ടകം സുരേഷാണ് എന്നുള്ളൊരു പക്ഷമൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുപ്പള്ളി പള്ളി എന്ന് പറയുന്നത് ഓർത്തഡോക്സുകാരുടെ പള്ളിയാണ്. അതോടൊപ്പം തന്നെ ഫ്ലെക്സ് വെച്ചു എന്ന് ആരോപിക്കുന്നത് ആരുടെ ഫ്ലെക്സാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ജോസ് കെ മാണിയുടെ ഫ്ലെക്സാണ് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ജോസ് കെ മാണിക്ക് കത്തോലിക്ക എന്നോ ഓർത്തഡോക്സോ എന്ന ഒരു വിചാരമോ ചിന്തകളോ അങ്ങനെയൊന്നും ഇല്ല. തികഞ്ഞ മതേതരവാദിയാണ് ശ്രീ ജോസ് കെ മാണി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നാട്ടകം സുരേഷ് കണ്ടിരിക്കുന്ന വളരെ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സുകാരെയും കത്തോലിക്കരെയും തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരും ഒക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നാട്ടകം സുരേഷിനുണ്ടെന്ന് ധരിച്ചോളൂ. അതുകൂടാതെ തന്നെ ഇത് ബാധിക്കാൻ പോകുന്ന എവിടെയാണ്? കോൺഗ്രസിനകത്ത് എങ്ങനെയാണ് ബാധിക്കുക? കോൺഗ്രസിനകത്ത് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമനെ ബാധിക്കും. കത്തോലിക്കലായിട്ടുള്ള ഒരുപാട് വോട്ട് ഉള്ള സ്ഥലമാണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്നത്. ഓർത്തഡോക്സുകാരുള്ള സ്ഥലമാണ്. അപ്പോൾ ഓർത്തഡോക്സും കത്തോലിക്കരും തമ്മിലടിക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് നാട്ടകം സുരേഷ് താഴെയും മേളിലും നോക്കാതെ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തിയത്. ഇത് LDF ചെയ്ത പരിപാടിയാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കാരണം അവിടുത്തെ ഓർത്തഡോക്സ് വൈദികർ, അതായത് പുതുപ്പള്ളി പള്ളിയിലെ വൈദികർ കാണിച്ച ഒരു പക്വതയുടെ അടിസ്ഥാനത്തിലല്ല ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോകാതിരുന്നത്. അതല്ലെങ്കിൽ ഇത് എത്ര വലിയ വിവാദങ്ങളിലേക്ക് പോയേനെ. നാട്ടകം സുരേഷ് എന്ന് പറയുന്നത് DCC പ്രസിഡന്റ് അല്ലേ. DCC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളതല്ലേ. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദേശീയതയ്ക്കും മതേതരത്വത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ വേഷം കെട്ട് കാണിക്കേണ്ടത്, ഇങ്ങനത്തെ വർഗീയത പറയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വർഗീയത കാണിക്കേണ്ടത്. കാരണം എത്ര നിരുത്തരവാദപരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ജാക്കോബിറ്റ് സഭാ തർക്കങ്ങളുടെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പള്ളിക്കകത്ത് ശവക്കല്ലറയിൽ പോയി അവിടെ കൊണ്ടുപോയി ജോസ് കെ മാണിയുടെ ഫോട്ടോയുള്ള ഫ്ലെക്സ്, LDFന്റെ വികസന മുന്നേറ്റ യാത്രയുടെ ഫ്ലെക്സ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കേരള പോലീസ് അഖിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുകൂലിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് അനുകൂലിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോൺഗ്രസ് അനുകൂലി അയാൾക്ക് മാനസിക വിഭ്രാന്തി കൂടിയുള്ള ആളാണ്. ഈ മാനസിക വിഭ്രാന്തിയുള്ള ഈ കോൺഗ്രസ് അനുകൂലിയെ ആരാണ് പറഞ്ഞയച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കോൺഗ്രസിനകത്തെ ഏതോ ഒരു മാനസിക രോഗി തന്നെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ കേരള കോൺഗ്രസിനോട് അത്രയും കലിപ്പുള്ള ഏതൊരു മാനസിക രോഗി. ഇത് പല സ്ഥലങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നേ. കാഞ്ഞിരപ്പള്ളി റിഫ്ലക്ട് ചെയ്യില്ല, കത്തോലിക്കരും ഓർത്തഡോക്സുകാരും തമ്മിലടിച്ചു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ പാലയിൽ ഇത് റിഫ്ലക്ട് ചെയ്തില്ല. പാലയിൽ ഈ പറഞ്ഞ അത്ര ഓർത്തഡോക്സുകാരില്ല, പക്ഷേ അവിടെ പ്രശ്നങ്ങൾ വരത്തില്ലേ. പ്രധാനമായിട്ടും നാട്ടകം സുരേഷ് ലക്ഷ്യം വെച്ച രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികഞ്ഞ വർഗീയതയായിരുന്നു. കേരള കോൺഗ്രസിന് അകത്ത് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന വെറും തറ രാഷ്ട്രീയമാണ് നാട്ടകം സുരേഷ് ഇവിടെ കളിച്ചിട്ടുള്ളത്. ഇതിനൊക്കെതിരെ ശക്തമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ രംഗത്ത് വരണമെന്നേ. പുതുപ്പള്ളിയിലെ കത്തോലിക്ക വിഭാഗം ചാണ്ടി ഉമ്മനെ എതിരായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ചാണ്ടി ഉമ്മൻ അവിടെ പരാജയപ്പെട്ടു പോകും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2021 ജേക്സി തോമസ് ഉമ്മൻചാണ്ടിയുടെ തോറ്റത് 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ പാർട്ടികളുടെയും കൂടെ കൂടിയിട്ടുള്ള വോട്ടാണ്. ആ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മൻ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയത്. ഇപ്രാവശ്യം പുതുപ്പള്ളിയിൽ വീണ്ടും കനത്ത മത്സരത്തിലേക്ക് തന്നെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ഓരോ വോട്ടും വിലപ്പെട്ടതല്ലേ. അങ്ങനെ വിലപ്പെട്ട വോട്ടുകൾ അവിടെ നിലനിൽക്കേണ്ട സമയത്താണ് നാട്ടകം സുരേഷ് DCC പ്രസിഡന്റും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വന്നിട്ട് പറയുന്നത് ഇവിടെ ഇത് LDF ചെയ്തതാണ്. കോട്ടയത്ത് LDF ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അതിനർത്ഥം ജോസ് കെ മാണി ചെയ്തു എന്നുള്ളതാണ്.
കാരണം അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആ ശവക്കല്ലറയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്ന ഫ്ലെക്സിലുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെയാണ്. നിഗൂഢമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഇന്ന് ജോസ് കെ മാണിയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല, ഇത് രാഷ്ട്രീയമല്ല, ഇതിങ്ങനെ ആരോ ഒരാൾ മദ്യപിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചു. ആ ഫ്ലെക്സിന് നമ്മൾ കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞു പോകേണ്ടതില്ല, അതിനെ അധികം ചർച്ചയ്ക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാനും നിൽക്കരുത് എന്ന് വളരെ വിനയാന്വിതരായിട്ട് പറയുന്ന ജോസ് കെ മാണിയാണ് നമ്മൾ കണ്ടത്. അതേസമയത്ത് അതിന് ഇപ്പുറത്ത് നോക്കൂ, CPIM-ന്റെ ജില്ലാ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിന് ലോക്കൽ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പരാതി കൊടുക്കാണ്ടിരിക്കുന്നത്? കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് എം പരാതി കൊടുത്തു. എന്താണ് കോൺഗ്രസ് പരാതി കൊടുക്കാതിരിക്കുന്നതിന് കാരണം? ഇതും കൂടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വന്നേ, രാഷ്ട്രീയ നാടകങ്ങളും ആവാം, അതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ്. പക്ഷേ ഇങ്ങനെ വർഗീയത സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് നാട്ടകം സുരേഷിനെ പോലുള്ള ഒരു DCC പ്രസിഡന്റ് മുദ്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്നതാണ്? മതേതരത്വം എന്ന ഓരോ ദിവസം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അതിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നാണ് ഇതുപോലുള്ള ഒരു വർഗീയ ലഹളയ്ക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വർഗീയ ലഹളയ്ക്കല്ലെങ്കിലും ഒരു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. ഇത് KPCC തീർച്ചയായിട്ടും ഈ നാട്ടകം സുരേഷിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. കാരണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന് ഒരു മര്യാദയൊക്കെ വേണ്ട ഇതിന്. കാരണം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിലടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണോ? നാട്ടകം സുരേഷ് ലക്ഷ്യം വെച്ചത് ഇത്രേ ഉള്ളൂ. കാരണം ഏറ്റുമാനൂർ അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അതിയായ താല്പര്യമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുകൊടുത്താൽ അങ്ങനെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സുകാരെയും കത്തോലിക്കരെയും തമ്മിലടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടെ നിർത്താമെന്നൊരു ധാരണയാണ്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. കാരണം അത്രയ്ക്കും മണ്ടന്മാരൊന്നുമല്ല കോട്ടയത്തെ ജനങ്ങളെന്ന് പറയുന്നത്. അതൊക്കെ നാട്ടകം സുരേഷിന്റെ തെറ്റിദ്ധാരണയാണ്. ഏതൊക്കെയായാലും വലിയൊരു വർഗീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് നാട്ടകം സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ശ്രമിച്ചത്. പക്ഷെ കോട്ടയത്തെ മതേതരത്വ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ആളുകൾ അതിനെ പരാജയപ്പെടുത്തി എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതല്ലായിരുന്നുവെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാനായിട്ടാണോ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ഈ പള്ളിപിടുത്തമൊക്കെ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ തമ്മിലടി ഉണ്ടായാനേ. ഒരു കത്തോലിക്കൻ ഒരു ഓർത്തഡോക്സുകാരനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സുകാരൻ ഒരു കത്തോലിക്കനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇത് കത്തിക്കയറുമായിരുന്നില്ലേ? ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കോട്ടയത്തെ ജനങ്ങൾക്കുണ്ടായി, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു വർഗീയ ധ്രുവീകരണത്തിൽ നിന്നും കോട്ടയം അല്ലെങ്കിൽ പുതുപ്പള്ളി രക്ഷപ്പെട്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് പോലീസ് തന്നെ ഇതുപോലെ നിരുത്തരവാദപരമായിട്ട് വർഗീയത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം.